കുറിച്ച് വളരെ കാര്യമായിട്ട് മനസ്സിലാക്കണം. സൈക്കോസോമാറ്റിക് ഡിസോർഡേഴ്സും ഉണ്ട്, അല്ലാത്ത പല ഡിസോർഡേഴ്സും ഉണ്ട്. ഈ ഡിസോർഡറുകളൊക്കെ തന്നെ, ഈ അസുഖങ്ങളൊക്കെ തന്നെ ഉണ്ടാവുന്നത്, മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടാവുന്നത് മോഡേൺ മെഡിസിന് പ്രാണൻ എന്ന് പറയുന്ന ദേവതാ ലോകത്തെക്കുറിച്ച് അറിവില്ല. അതുകൊണ്ട് തന്നെ മോഡേൺ മെഡിസിനുള്ള ആളുകൾ അവർക്കറിയാത്തതെല്ലാം പാരമ്പര്യത്തിലുള്ള ജീനിലുള്ള പ്രശ്നമാണെന്ന് പറയും. അവർക്കറിയാൻ വയ്യാത്തൊക്കെ എന്തിലോട്ട് തള്ളും, ജീനറ്റിക്കലാന്ന് പറയും. സൈക്കോളജി തന്നെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് സ്കിസോഫ്രീനിയ പോലുള്ള പല അസുഖങ്ങളും നമ്മൾ മെഡിക്കൽ ഹിസ്റ്ററി ചോദിക്കുന്നു പറയും. MSc എടുക്കുമ്പോൾ, മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ എടുക്കുമ്പോൾ നമ്മൾ ചോദിക്കണം ഇവരുടെ. അത് നമ്മൾ PG മെയിനായിട്ട് സൈക്കോളജി പഠിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മെയിനായിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഈ പാരമ്പര്യമായിട്ടുള്ള ഒരു ചാൻസ്. ഒരു ടോപ്പിക്കാണ്, ഡിസ്കഷൻ വരുന്ന ഒരു ടോപ്പിക്കാണ് മെയിനായിട്ട്. അപ്പോൾ അതിൽ പഠിപ്പിച്ചേക്കുന്നത് എങ്ങനെയാണ്, 50% ചാൻസ് കൂടുതലാണ് പാരമ്പര്യമായിട്ട് ഇങ്ങനെ രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് വരാൻ. ഇത് തന്നെ മെഡിക്കലായിട്ടുള്ള മറ്റ് കണ്ടീഷൻ, സൈക്കോസോമാറ്റിക് ഡിസോർഡേഴ്സ് അല്ലാത്ത മറ്റു പല രോഗങ്ങളിലും ആപ്ലിക്കബിൾ ആയിട്ട് പറയുന്നുണ്ട്. അവർ ചെക്ക് ചെയ്യുക, അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ വീട്ടിലാർക്കെങ്കിലും ഈ പറയുന്ന അസുഖം വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഫിസിക്കൽ കംപ്ലൈന്റ് ആണെങ്കിൽ തന്നെ പലതും, അല്ലേ? സോറി. അപ്പോൾ അതിനകത്ത് എൻ്റെ ഒരു ഒബ്സർവേഷൻ, ഇതിനൊക്കെ റിസർച്ച് വേണ്ട കാര്യങ്ങളാണ്. പക്ഷേ നമ്മുടെ അനുഭവത്തിൽ ഉള്ള കാര്യം, ഈ പാരമ്പര്യമായിട്ട് നമ്മളെ നശിപ്പിക്കുന്ന ബാധാദോഷങ്ങൾ. അപ്പൊ ഇവർക്ക് ഈ പറയുന്ന എനർജി ലെവലിലേക്ക് അവർ വരുന്നില്ല. അവരുടെ പഠനങ്ങൾ മനസ്സിന്റെ തലം വരെ വരുന്നു. ശാരീരികമല്ലാത്തതെല്ലാം മാനസിക രോഗം എന്ന് അവർ പറയും. ഫൈബ്രോമയാൾജിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. അടുത്ത കാലം വരെ പറഞ്ഞിരുന്ന അത് മാനസിക രോഗമാണ്. ദേഹം മുഴുവൻ വേദനയാണ്, കാരണം അറിയത്തില്ല. അപ്പൊ ഈ രോഗികൾ ദേഹം മുഴുവൻ വേദന എടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇവര് സ്കാനിങ്ങും അതൊക്കെ ചെയ്തിട്ട് MRI ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. അപ്പൊ അവരെന്ത് പറയും, മാനസിക രോഗം, തോന്നലാണ്, മാനസിക രോഗമാണ്, മരുന്ന് കഴിച്ചാൽ മതി, സൈക്യാട്രി മെഡിസിൻ എടുക്കാൻ പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ ഫൈബ്രോമയാൾജിയ? അത് തോന്നലാന്ന് അവർ ഒരിക്കലുമല്ല. ഇപ്പം ലേറ്റസ്റ്റ് സ്റ്റഡിയിൽ അവർ അംഗീകരിച്ചിട്ടുണ്ട് ഇത് ശരിക്കും വേദന എടുക്കുന്നുണ്ട്, കാരണം അറിയാത്തതാണ്. പക്ഷെ അതൊക്കെ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിലേക്ക് ഈ എനർജി വന്നിട്ട് നെഗറ്റീവ് വൈബ്രേഷൻസ്, നമ്മൾ ബാധകളെന്ന് പണ്ട് വിളിക്കുന്ന ഈ വൈബ്രേഷൻസ്, പ്രാണൻ അല്ലെങ്കിൽ ബേസിക് ഫോം ഓഫ് എനർജി, അത് റീഡ് ചെയ്യാനുള്ള മെഷീൻ കണ്ടുപിടിക്കാത്ത ആളുടെ കുഴപ്പം. പ്രാണൻ റീഡ് ചെയ്യാനുള്ള, ഞാൻ പ്രാണൻ എന്താണെന്ന് കാണിച്ചിട്ടുണ്ട്, സെൻഡ് ചെയ്തിട്ട് എനർജി സെൻഡ് ചെയ്തിട്ട് മൂവ് ചെയ്യിച്ചിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ആ പ്രാണൻ റീഡ് ചെയ്യാനുള്ള മെഷീൻ കണ്ടുപിടിക്കാത്ത ആളുടെ കുറ്റം. എനിക്കറിയാൻ വയ്യാത്തതൊക്കെ ഇല്ലാത്തത് എന്ന് വിചാരിക്കുന്ന ഒരു വിഡ്ഢികളുടെ ലോകം ഇവിടെ ഉണ്ട്. എനിക്കറിയാൻ വയ്യ, അതുകൊണ്ടില്ല. പക്ഷെ ആളുകൾ വേദന കൊണ്ട് പൊളയുക. അപ്പോ അതാ ഞാൻ പറഞ്ഞത്, മരുന്നില്ലാതെ ഇത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ മാറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരുപാട് കേസുകൾ എന്റെ PhD സബ്ജക്ട് ഇത് തന്നെയാണ്, ഇന്ത്യൻ എഫിക്കസി ഓഫ് ദ ഇന്ത്യൻ മെഡിറ്റേഷൻ, ആങ്സൈറ്റി, സ്ട്രെസ് ആൻഡ് പേഴ്സണാലിറ്റി ചേഞ്ച്. അപ്പൊ ശരിക്കും ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളോ, വിദ്യാർത്ഥിയാണ്, മനസ്സിലാവുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ബാധകൾ പാരമ്പര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അച്ഛനെ ബാധിച്ചു, അച്ഛന് ഭയങ്കര പ്രശ്നം വന്നു, അത് മാനസിക രോഗമാവാം, ചിലപ്പോൾ രക്തത്തിലെ എന്തെങ്കിലുമൊക്കെ ഉള്ള രോഗങ്ങളാവാം. കാരണം മൈൻഡ് ശരീരം അത്രയും ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ ബാധകൾ കയറി രക്തത്തിലെ വൈറ്റമിൻസിന്റെ കുറവുകൾ വരുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. വൈറ്റമിൻ B12 കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ പല പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ആങ്സൈറ്റി, സ്ട്രെസ് ഒക്കെ വരുന്നത്. അപ്പൊ ഈ ബാധകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? അത് ഡയറക്റ്റ് അല്ല. പലപ്പോഴും അവർ കയറി ഈ കെമിക്കൽസിനെ മാറ്റിക്കഴിഞ്ഞാൽ ന്യൂറോൺ കെമിക്കൽസ് ഇംബാലൻസ് ഉണ്ടാകുമ്പോൾ അത് ബ്ലഡിലും അവിടെ ഇവിടെയൊക്കെ എഫക്ട് ചെയ്യും. ഒരിടത്ത് മാത്രമല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും വയറിനെ എഫക്ട് ചെയ്യും. വർഷങ്ങളായിട്ട് വയറിന് ഗ്യാസിന് ഗുളിക കഴിച്ചുകൊണ്ട് നടക്കുന്നു, മാറുന്നില്ല. പക്ഷെ ഇത് ആവാഴ്ച മാറ്റി മാറിയിട്ടുണ്ട്. ഒറ്റ തവണ. മനസ്സിലാവുന്നുണ്ടോ? ചിലർ ക്രമേണ ഉപാസന ചെയ്ത് മാറ്റും. പക്ഷെ അത് മാറി, ഉപാസനയെ കൂടെ അത് മാറത്തുള്ളൂ. അപ്പൊ അതിന്റെ ഇതെല്ലാം കാണിക്കുന്നത് ഒരു നല്ല ശതമാനം ഓട്ടോ ഇമ്യൂൺ ഡിസീസ്. ഇതൊക്കെ ബാധകൾ ഉള്ളിൽ കയറിയിട്ട് കുറെ കോശങ്ങളെ എതിരായിട്ട് തിരിക്കും. അപ്പൊ പുറത്തു നോക്കുന്ന ആളിന് തോന്നും എന്താണ് ബാധകള്, അല്ല ശരീരത്തിലെ
ശരീരത്തിലെ കോശങ്ങൾ കുറെ അവന് എതിരായിട്ട് പ്രവർത്തിക്കുന്നു. കുറെ കോശങ്ങൾക്ക് വട്ടുപിടിച്ചു. ഇങ്ങനെ തോന്നത്തില്ലേ? അങ്ങനല്ല, അകത്ത് ഈ സാധനം കയറി ഇരുന്നിട്ട് കുറെ കോശങ്ങൾ തിരിക്കുന്നതാണ്, എനർജി കയറിയിട്ട്. അപ്പോൾ ശരിക്കും അച്ഛനെ ബാധിച്ചു, അച്ഛന് മാനസിക പ്രശ്നം വന്നു, മോന് മാനസിക പ്രശ്നം വന്നു, അതിനടുത്ത കുഞ്ഞിന് മാനസിക പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഇത് ജീനിൽ കൊണ്ട് കെട്ടുന്ന ഏറ്റവും വലിയ അബദ്ധമാണ്. അവിടെ ബാധയുള്ളത് കൊണ്ടാണ്, ആ നെഗറ്റീവ് വൈബ്രേഷൻ ഫീൽഡ് അവിടെ ഉള്ളത് കൊണ്ടാണ്, അത് ബ്രെയിൻ ന്യൂറോ കെമിക്കൽസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാണ്. ഇതിനൊക്കെ എവിഡൻസ് ഉള്ളതാണ്. അപ്പൊ അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അച്ഛനെ അത് കയറി അറ്റാക്ക് ചെയ്യുന്നു. അത് വരാതിരിക്കാനാണ് നമ്മളുടെ കുടുംബ പരദേവതയെ പലയിടത്തും പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ കുടുംബ പരദേവതകളുടെ ആരാധന മുടങ്ങി കഴിയുമ്പോൾ ഇത് തിരിച്ചു വരും. മനസ്സിലാവുന്നുണ്ടോ? അത് പണ്ടുള്ളവർ ഇതൊക്കെ ചെയ്തത് എന്തിനാണെന്നുള്ള അപ്പൊ നമുക്ക് മനസ്സിലാവും. അപ്പൊ പിന്നെ തിരിച്ചേതെങ്കിലും ഇതിന് പോയി കുറെ മരുന്നൊക്കെ കഴിക്കും ആൾക്കാർ. അച്ഛന് പണ്ട് ഇങ്ങനെ വന്നായിരുന്നു, പിന്നെ അത് നേരെയായി. എങ്ങനെ നേരെയായത്? അച്ഛൻ നാമം ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാണായിപ്പോ. അച്ഛൻ അങ്ങനെ അത് ഹാൻഡിൽ ചെയ്ത് രക്ഷപ്പെട്ടത്. അച്ഛന് മറ്റൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അതെങ്ങനെയാ മാറിയത്? അതും ഇങ്ങനെ നാമം ചോദിച്ചിട്ടാണ് മാറിയത്. അപ്പൊ അവിടെ അങ്ങനെയുള്ളൊരു ബാധാ വിഷയം പാരമ്പര്യമായിട്ട് ചിലപ്പോൾ ആഭിചാരം ചെയ്ത് വിട്ടായിരിക്കാം. പണ്ടുള്ള ആർക്കെതിരെയോ, നമ്മുടെ അപ്പൂപ്പന്മാർക്കെതിരെ ആരോ ചെയ്ത ആഭിചാര ദോഷം അവിടെ കിടന്നിട്ട് തലമുറകളെ ബാധിച്ചിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. അതിന് തടയിടാനായിട്ട് പറ്റാതെ വരുന്ന ഇവരുടെ ഈഗോസാണ് ശരിക്കും. എന്നാൽ ഈ കുട്ടി ആദ്യമേ ഉപാസിച്ച് കറക്റ്റായിട്ട് വന്നാൽ ഇതൊന്നും ബാധിക്കത്തില്ല, കാരണം ആ പരദേവത പ്രൊട്ടക്ട് ചെയ്യും. പക്ഷെ ആ പരദേവതയ്ക്ക് നമ്മളിലേക്ക് കടക്കാനുള്ള സ്പേസ് നമ്മൾ കൊടുക്കുന്നില്ല. നമ്മൾ പഠിച്ച സയൻസ്, നമ്മൾ പഠിച്ച വിപ്ലവങ്ങളും നമ്മൾ പഠിച്ച കാര്യങ്ങളും നമ്മളെ അതിൽ നിന്ന് തടയും. ബോധ മനസ്സിൽ ഇതൊക്കെ പ്രാകൃതമല്ലേ, ഇതൊക്കെ മണ്ടത്തരമല്ലേ? പഴയതൊക്കെ പ്രാകൃതം എന്നങ്ങ് പഠിച്ചു വെച്ചേക്കുക. പഴയതെല്ലാം പ്രാകൃതമല്ല. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഉണ്ട്. അജന്ത ക്ഷേത്രം പോലെ 100 എണ്ണം ഇപ്പൊ ചെയ്യാൻ പറ്റണം. അപ്പൊ അങ്ങനെയല്ല. ശരിക്കും ഊർജപരമായിട്ടുള്ള പാരമ്പര്യമായിട്ട് കൈമറിഞ്ഞു വരുന്ന ദോഷ ദുരിതങ്ങൾ നമുക്ക് ആളുകൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അതിന്റെ നഷ്ടമാണ് ഹിന്ദു നേരിടുന്ന ഇന്നത്തെ മറ്റൊരു ഏറ്റവും വലിയ പ്രതിസന്ധി. അപ്പൊ ഇതെല്ലാം ജീനെ കൊണ്ട് കെട്ടരുത്. ജീനെ കെട്ടുമ്പോ പ്രശ്നം എന്താണെന്നറിയോ? ഈ യഥാർത്ഥ പ്രശ്നം ഒരിക്കലും അഡ്രസ് ചെയ്യപ്പെടുന്നില്ല. ഈ ബാധകളെ ആണ് ഇത് പ്രവർത്തിച്ചിരിക്കുന്ന പ്രശ്നമാക്കണമെന്ന് അഡ്രസ് ചെയ്യപ്പെടാതെ വരുമ്പോൾ അതുങ്ങൾക്ക് സ്വൈരവികാരം നടത്താം. ജനറേഷൻ ടു ജനറേഷൻ ഇത് ബുദ്ധിമുട്ടും. ഇപ്പൊ ഇയാൾക്കുള്ള ഒരു ആങ്സൈറ്റി പ്രശ്നം, ഈ എന്താ പറയുന്നത്, ഇത് ജീനിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ജീൻ നേരെയാക്കാനുള്ള ടെക്നോളജി നിങ്ങളുടെ കയ്യിലുണ്ടോ? അതല്ലാന്ന് ഞാൻ പറയുന്നതിന്റെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജീനോം ടെക്നോളജി തന്നെ. ഞാൻ പറഞ്ഞില്ലേ, ശരീരം ഓരോ തലമുറയും റിന്യൂ ചെയ്യപ്പെടുകയാണ്. ഇതുവരെയുള്ള ദോഷങ്ങളൊക്കെ മാറ്റിക്കൊണ്ടാണ് ഈശ്വരൻ അല്ലെങ്കിൽ ഈ ജീനിന്റെ ഈ സംവിധാനം അടുത്ത ജനറേഷനെ സൃഷ്ടിക്കുന്നത്. ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടാണ്. അവിടെ അത് പക്ക ജഡത്തിൽ നടക്കുന്നുണ്ട്. ചൈതന്യത്തിലാണ് പ്രശ്നം വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് എനർജിയിലാണ് പ്രശ്നം വരുന്നത്. ഫിസിക്കൽ ലെവലിൽ അത് അടിപൊളിയായിട്ട് ദൈവം അതിന്റെ കാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ട്രിഗറിങ്, ഈ എലമെന്റിന്റെ ട്രിഗറിങ് കണ്ടുപിടിച്ച് അത് കറക്റ്റ് ചെയ്യണം. അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ ഈ ആളുകൾ നല്ല ഉപാസകരാകണം. അത് കുടുംബപരദേവത ഉപാസന വെച്ചേക്കുന്നതിനാണ്. അവിടെ നമ്മൾ ജ്യോത്സ്യന്മാരൊക്കെ ചെല്ലുമ്പോൾ അവരെന്ത് ചെയ്യും? അവിടെ വഴിപാട് കഴിക്കും, ഇവിടെ കഴിക്കുന്നു പറഞ്ഞ് ഇതിനെ കുറിച്ച് അവരെന്തെങ്കിലും പൂജ കഴിക്കുന്നു, മാറ്റുന്നു. ശാശ്വത പരിഹാരം ഉണ്ടാവുന്നുണ്ടോ? ഇവൻ തലമുറയായിട്ട് ഉപാസിച്ചെങ്കിലേ ഈ പ്രശ്നം ബാധിക്കാതിരിക്കത്തില്ല. അത് ഒരാൾക്കുള്ള കൂട്ടായിരിക്കത്തില്ല, ഒരു വീട്ടിലുള്ള കൂട്ടല്ല, വേറൊരാൾക്ക്. പാശ്ചാത്യ രാജ്യത്തിനെ കുറിച്ച് കൂടി വന്ന 1000 കൊല്ലത്തെ ചരിത്രമല്ലേ ഉള്ളൂ മോഡേൺ സയൻസിന്. 5000-7000 കൊല്ലത്തെ സ്റ്റഡി ഇവിടെ കിടക്കുക. ആ റിപ്പോർട്ടുകൾ എടുത്തൊന്ന് പഠിക്കാൻ പോലും നമ്മൾ തയ്യാറാവുന്നില്ല. ഞാൻ അതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇതും കൂടെ ക്ലബ് ചെയ്ത നല്ല സംഭവങ്ങൾ കിട്ടും നമുക്ക്. നമ്മൾ സൈക്കോളജി അപ്ലൈ ചെയ്യുന്നു, സയൻസ് അപ്ലൈ ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. ഒന്നിനും എതിരല്ല. നല്ല കാര്യങ്ങളും കറക്റ്റായിട്ടുള്ള എടുക്കും. വിട്ടിത്തരങ്ങളാണെന്ന് തന്നെ പറയും. എല്ലാം തൊണ്ടറാതെ എഴുതാൻ നമുക്ക് പറ്റത്തില്ല. ജെന്യുവിനായിട്ടുള്ള കാര്യം അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഇത് ജീനെ കൊണ്ട് കെട്ടത് ഒരു കാരണവശാലും ചാടിക്കേറി അതിന് സൊല്യൂഷൻ ഇല്ലാത്തടത്തോളം കാലം. എന്നാൽ ഇവിടെയുള്ള സൊല്യൂഷൻസിനെ കുറിച്ച് പഠിക്കുകയും വേണം. പാരമ്പര്യമായി ബാധിക്കുന്ന ബാധാദോഷങ്ങളുണ്ട്. അതിനാദ്യം ചെയ്യേണ്ടത് കുടുംബപരദേവത പൊക്കിയെടുക്കാനുള്ളൂ. അതൊരു പക്ഷെ നഷ്ടപ്പെട്ട് കാണും. അപ്പൊ നമ്മൾ അതിനെ അറിയാനുള്ള വഴികളുണ്ട്. ഇല്ലെങ്കിൽ
തീരെ നിവൃത്തിയില്ലെങ്കിൽ അതിന് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ആ രീതിയിൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നു. എന്താ കുടുംബപരദേവത ആവുന്ന എങ്ങനെ? അല്ല കൊടുങ്ങല്ലൂരോ ചോറ്റാനിക്കരയൊക്കെ പോയി അവിടുന്ന് ഒരു ദേവതയ്ക്ക് ഒരു കാരണവര് വീട്ടിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രശ്നം വെച്ച് നോക്കും, മനസ്സിലാവും പാരമ്പര്യമായിട്ടുള്ള ബാധയുണ്ട്. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അത് പാരമ്പര്യമായി തന്നെ തുടർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ജനറേഷന് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരാം. അപ്പൊ അതിന് എന്ത് ചെയ്യണം ജ്യോത്സ്യരെ? അതിനൊരു കാര്യം ചെയ്യുക, കൊടുങ്ങല്ലൂർ പോയിട്ട് ദേവിയെ വിളിച്ചുകൊണ്ട് വാ, എന്നിട്ട് വെച്ച് ഉപാസിക്കും, ഈ പ്രശ്നം മാറും. അപ്പൊ ഈ ബുദ്ധിയുള്ള കാരണവർ അവിടെ പോയി ഒരു വാളോ എന്തെങ്കിലും പൂജിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് ദേവിയെ വിളിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് കുടുംബ പരദേവത ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കണം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ദേവത ഉപാസിക്കുമ്പോൾ ഇത് ചുച്ചിട്ടോട്ട് നിൽക്കും. കാരണം അവിടെ സമർപ്പണമുണ്ട്. കാരണം അയാൾ ഇത് തുടങ്ങില്ല, എല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കാം, അല്ലെ ഇതൊക്കെ എടുത്ത് എല്ലാം ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തില് അങ്ങേയറ്റം സഹികെട്ട് കഴിയുമ്പോൾ ഇതിനകത്ത് കാര്യമുണ്ടെന്ന് മനസ്സിലാവും. അത് ചിലപ്പോൾ ഒരു ദിവസം കൊടുങ്ങല്ലൂർ പോയി ജ്യോത്സ്യം പറഞ്ഞിട്ട് ഒരു വഴിപാട് ചെയ്യുമ്പോൾ തന്നെ ഇതിനൊരു ഭയങ്കര ആശ്വാസം, ചാടിക്കേറി ആരും ഒന്നും ചെയ്യത്തില്ലേ, ഇതിനൊരു ഭയങ്കര ആശ്വാസം കിട്ടുമ്പോ ഇതിനകത്ത് കാര്യമുണ്ട് എന്ന് മനസ്സിലാവും. അപ്പൊ പോയി എന്ത് ചെയ്യുന്നത്, ഞാൻ ഇങ്ങനെ കൊണ്ടുവച്ചാലോ എന്ന് ചോദിക്കുന്നത്, ധൈര്യമായിട്ട് കൊണ്ടുവച്ചാലോ എന്ന് പറയാം. അവിടെ പോയി ഒരു വാളോ എല്ലാം പോയിച്ച്, അല്ലെങ്കിൽ ചോറ്റാനിക്കര പോയി, അല്ലെങ്കിൽ ഗുരുവായൂർ പോയി, അല്ലെങ്കിൽ ചിലപ്പോൾ ഗുരുവായൂരായിരിക്കും പോകുന്നത്, വിഷ്ണു ആയിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും ശിവന്റെ വലിയ ക്ഷേത്രത്തിലായിരിക്കും പോകുന്നത്. ആ ദേവതയെ കൊണ്ടുവന്ന് വെച്ച് അവിടുത്തെ ഒരു സിമ്പൽ എന്തെങ്കിലും കൊണ്ടുവെക്കും, ഒരു ചക്രം, ഒരു വാള്, അല്ലെങ്കിൽ ഒരു തൃശൂലം, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സംഭവം അവിടെ കൊണ്ടുവച്ചിട്ട്, ഒരു പട്ടായാലും മതി അവിടെ കൊണ്ടുവച്ചിട്ട് ആശാൻ അങ്ങോട്ട് ഉപാസന തുടങ്ങുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം മാറും. ഈ പ്രശ്നങ്ങളെല്ലാം തുടർച്ചയായിട്ട് അയാൾ അത് ഉപാസിച്ച് വരുമ്പോൾ അടുത്ത തലമുറയും പഠിപ്പിക്കും. അങ്ങനെ ഒരു 2-3 തലമുറ അങ്ങനെ പോവും. അടുത്ത തലമുറയ്ക്ക് ഇതൊരു ബാധ്യതയായിട്ട് തോന്നും. കാരണം ഇപ്പൊ പ്രശ്നമൊന്നുമില്ലല്ലോ, ഇതൊക്കെ പ്രാകൃതമല്ലേ, പഴയതല്ല, ഇതെടുത്ത് തോട്ടിക്കളയും. അപ്പൊ വീണ്ടും വരുന്നു ജീനിന്റെ പ്രശ്നം, ജിന്നും മനസ്സിലായോ, ജീനിന്റെ പ്രശ്നം പിന്നെ വരുന്നു. അപ്പം പിന്നെ 2 തലമുറകളോ വല്ല മന്ദബുദ്ധികളായിട്ടോ വല്ല പ്രശ്നങ്ങളായിട്ടോ ഇതുപോലുള്ള ഡിഫറെന്റ് ലേബിൾ എന്നല്ലേ പറയാമോ, അങ്ങനെയൊക്കെ ഉള്ളു അല്ലെ? അത് അങ്ങനല്ല, അത് എന്തോ എന്തായാലും അങ്ങനെ വിളിക്കുന്നത് ഹാൻഡിലൊക്കെ അങ്ങനെ വിളിക്കും, അങ്ങനെ പറയാവുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് ആയി മാറുകയും ഒക്കെ ചെയ്യുമ്പോൾ പിന്നെയും പ്രശ്നം വെച്ച് നോക്കും, മനസ്സിലാവും ജീനിന്റെ പ്രശ്നം അല്ല. ഈ പറഞ്ഞിട്ട് കുടുംബപരദേവത ഇങ്ങനെയുള്ള ഉണ്ടായിരുന്ന തോട്ടി കളഞ്ഞു തിരിച്ചു വെച്ചോ എന്ന് പറയാം. അപ്പൊ തിരിച്ചു വെച്ചോളാൻ പറയും. അപ്പൊ തിരിച്ചു വെക്കുമ്പോൾ ഇത് പിന്നെ മാറും. ആ തലമുറ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് പോന്നെ. ഈ ടോപ്പിക്ക് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, നിങ്ങൾ പഠിക്കേണ്ട വിഷയമാണ്. ഇതൊക്കെ ആരും ഇതൊന്നും പറയത്തില്ല. പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നമ്മളെ കളിയാക്കും, നമ്മൾ അറിവില്ലാത്തവനാണെന്ന് പറയും. കുണ്ടലിനി എന്ന് പറഞ്ഞാൽ അടിയിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ആളുകൾ പച്ചത്തെറിയൊക്കെ അടി വന്ന് വിളിക്കുന്നത്. നമുക്ക് പേടിയില്ലാത്തതുകൊണ്ട്, അത് നാണം കെടാൻ പേടിയില്ലാത്തതുകൊണ്ട് ഇത് ഓപ്പണായിട്ട് പറയുന്നത്. സാമാന്യ രീതി പറയാൻ പറ്റത്തില്ല, മനസ്സിലാവുന്നു. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്, നമ്മളിത് മനസ്സിലാക്കണം. അത് ആ പരദേവത പൊക്കെ എടുക്കാത്തത് കൊണ്ട്, ധർമ്മദൈവം എന്ന് പരദേവത പറയുന്നത് എന്താ, നമ്മളെ കൊണ്ട് ധർമ്മം പരിപാലിപ്പിക്കുന്നത് ഈ ദേവതയാണ്. തെറ്റും ശരിയും മനസ്സിലാക്കി നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത് കൊണ്ടാണ്. അതാണ് ധർമ്മപരിപാലനം അല്ലെ? മഹാഭാരതത്തിൽ ഇത്രയും കഥാപാത്രങ്ങൾ ചെയ്ത അധർമ്മങ്ങളും അവർക്ക് വന്ന കർമ്മഫലങ്ങളെയും മഹാഭാരതം കഥാരൂപത്തിലാക്കി നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മുടെ ഒരു പുതിയ പുസ്തകം, ഒരു നോവല്, അഘോരി എന്ന് പറഞ്ഞിട്ട് ഒരു നോവൽ എഴുതി അതിപ്പോൾ പബ്ലിഷ് ചെയ്യാനുള്ള പരിപാടി. അപ്പം ആ നോവൽ വരുമ്പോൾ വാങ്ങിക്കണം. അതിനകത്തിൽ ഈ മഹാഭാരതത്തിൻ്റെ കൂട്ട് അതുപോലൊന്നും അത്രയൊന്നും നമുക്ക് എഴുതാൻ പറ്റത്തില്ല. അതങ്ങനെയല്ല, ഒരു സാധാരണ കഥ, ഒരു ക്രൈം ത്രില്ലർ, അതിനകത്ത് ഈ ധർമ്മത്തിൻ്റെ കണക്ഷൻ പൂർവ്വജന്മം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട അഘോരികളുടെ ഒരു കഥയാണ്, ബന്ധപ്പെട്ടുള്ള ഒരു കഥ. ഒരു പോലീസുകാരൻ അഘോരൻ അവരെ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് ഒരു കേസിന്റെ ഭാഗമായിട്ട്, അങ്ങനെ ഒരു സ്റ്റോറി. അതിലൂടെ നമ്മുടെ ഈ തത്വങ്ങളെല്ലാം അതേ കൊണ്ടുവന്നേക്കും, ഈ കഥ വെച്ചിട്ട് ആളുകൾക്ക് ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ധർമ്മം അതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ധർമ്മം പരിപാലിപ്പിക്കുന്ന ദേവത ആണ് ധർമ്മദേവത. ധർമ്മദേവത, കുലദേവത, പരദേവത, ഉപാസന. കുലദേവത എന്ന് പറഞ്ഞാൽ
ഓരോ കുലത്തിന്റെ ദേവത. ബ്രാഹ്മണ കുലത്തിന് വിഷ്ണുവാണ്, നായർ കുലത്തിന് ഭദ്രകാളിയാണ്. കാരണം അവർ യുദ്ധം ചെയ്യുന്നവരാണ്. അവരുടെ കുലം അനുസരിച്ചിട്ട് അവരുടെ ജോലി കൊണ്ട് അങ്ങനെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർക്ക് ആ ജോലിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ദേവതയുടെ ഇതുണ്ടാവും. വിശ്വകർമാവിന് വിരാട് വിശ്വകർമ്മദേവൻ എന്ന് പറയുന്നത് ശിവന്റെ ഉപാസനയാണ് അവർക്ക്, കുലദേവതയാണത്. പരദേവത എന്ന് പറഞ്ഞാൽ ഓരോ വീട്ടിലും സെപ്പറേറ്റ് കാണും. ധർമ്മദൈവം എന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ പറയുന്ന പരദേവത. അപ്പൊ നമ്മുടെ വീട്, ഈ ഇന്ന കുടുംബക്കാര്, ആ കുടുംബക്കാർക്ക് ഒരു ദേവതയാണ്. അതാണ് പരദേവത, ധർമ്മദൈവം എന്ന് പറയുന്നത്. സർപ്പം നായർക്ക് വരുന്ന നാഗരാണ് നായരായത്, മനസ്സിലാവുന്നു സർപ്പത്തിന്. അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും ഉണ്ട്. ഈഴവര് വൈദ്യന്മാരാണ്. നിങ്ങളേത് വിഭാഗം? ആ, ഈഴവര് വൈദ്യന്മാരാണ് പണ്ടത്തെ. മനസ്സിലാവുന്നു? ഇവിടുത്തെ വൈദ്യന്മാരായിട്ടുള്ള ആൾക്കാർ. അപ്പൊ അവർക്ക് ആ രീതിയിലുള്ള ഉപാസനകളായിരുന്നു. അത് ഓരോ വിഭാഗത്തിനും ഓരോ രീതിയിലുള്ള ഉപാസന പദ്ധതി വന്ന ഓരോ കുടുംബത്തിനും. അപ്പൊ കുലദൈവം, പരദേവത അല്ലെങ്കിൽ ധർമ്മദൈവം എന്ന് പറയുന്നത് അവരുടെ വീട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ദേവതയാണ്. ചിലർക്ക് ഇതെല്ലാം ഒന്നായിരിക്കും, അതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ വരുന്നത്. ചിലർക്ക് കുലദേവതയും പരദേവതയും ധർമ്മദൈവം ഇതെല്ലാം ഒന്നായിരിക്കും. ഉപാസന മൂർത്തി എന്ന് പറയുന്നത് വ്യക്തിയിലേക്ക് വരുമ്പോഴുള്ള ഉപാസന മൂർത്തി. അത് ലളിതാത്രിപുര സുന്ദരി, ഭദ്രകാളി, ശ്രീവിദ്യ. ഇപ്പൊ ഒരു വീട്ടിൽ 4 പേരുണ്ട്, 4 പേര് ശ്രീവിദ്യ ഉപാസനായിക്കണമെന്നില്ല. ഒരാളായിരിക്കും ചിലപ്പോൾ ശ്രീവിദ്യ എടുത്ത് ഉപാസിക്കുന്നത്. അത് അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ദേവതയാണ്. ഉപാസന മൂർത്തി എന്നാണ് ശ്രീവിദ്യ. അല്ലെങ്കിൽ ഇങ്ങനെ പേഴ്സണൽ, ചില മുരുകനെ ഇഷ്ടമാണ്, ചിലർക്ക് കൃഷ്ണനെ ഇഷ്ടമാണ്, കൃഷ്ണനെയാണ് അവർ ഉപാസിക്കുന്നത്. ചിലപ്പോൾ ഇയാൾ ചിലപ്പോൾ ശ്രീവിദ്യ ആയിരിക്കും, ഇയാളുടെ വൈഫ് ചിലപ്പോൾ കൃഷ്ണനെ ആയിരിക്കും ഉപാസിക്കുന്നത്. ഇതാണ് പേഴ്സണൽ ഉപാസനാ മൂർത്തികൾ. അത് അവരുടെ വാസനയും അവരുടെ താല്പര്യവും അവരുടെ പൂർവ്വജന്മം അനുസരിച്ചിട്ട് അത് വന്നു ചേരും. പക്ഷെ കുടുംബദേവത അങ്ങനെയല്ല. ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും കൂടെ ഉള്ള പരദേവത ധർമ്മദൈവം എന്ന് പറഞ്ഞാൽ ധർമ്മം പരിപാലിപ്പിക്കുന്ന ദേവത അതാണ്. ധർമ്മം നമ്മൾ മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം ധർമ്മം പാലിക്കേണ്ടത് ആരാ? വീട്ടുകാരുമായിട്ട് അല്ലേ? ആ, പക്ഷെ ഒരു ഏകത, നാനാത്വത്തിൽ ഏകത്വം പറയുന്നത് ഒരു ആ ഏകത്വം. അതാണ് ഈ ധർമ്മത്തിലൂടെയല്ല ഏകത ഉണ്ടാകുന്നത്. ഞാൻ എൻ്റെ അനിയനോടോ എൻ്റെ ചേട്ടനോടോ എൻ്റെ അമ്മയോടോ അച്ഛനോടോ അവരിങ്ങോട്ടും ഒക്കെ എങ്ങനെ ധർമ്മത്തോട് പെരുമാറണം, അപ്പോഴേ ആ കുടുംബം ഒന്നായിട്ട് നിൽക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ധർമ്മദൈവം എന്ന് പരദേവതയെ വിശേഷിക്കുന്നത്. പര എന്ന് പറയുന്നത് മൂലാധാരത്തിന്റെ ഈ പോർഷനെയാണ്. മന്ത്രജപത്തിലൂടെയാണ് പരദേവത ഉണരുന്നത്. ആ പര എന്ന് പറയുന്ന അടിയിലുള്ള പോർഷൻ, പര, പച്ചന്തി, മധ്യമ, വൈഖരി എന്നാണ് മന്ത്രം പുറത്തേക്ക് വരുന്നത്. അപ്പൊ ആ പ്രാണന്റെ ചലനങ്ങളെ അടിസ്ഥാനപരമായി ആ കുടുംബത്തിന്റെ പ്രാണചലനങ്ങളെ കോർത്തിണക്കി നിയന്ത്രിക്കുന്നതാണ് പരദേവത, ധർമ്മദൈവം എന്ന് പറയുന്നത്. ധർമ്മം പാലിച്ചുകൊണ്ടാണ് പരദേവത അതിന്റെ പ്രവൃത്തി തുടരുന്നത്, ഇവരെ ഒന്നിച്ചു നിർത്തുന്നത്. എന്തൊക്കെ അടിയും പ്രശ്നമുണ്ടെങ്കിലും ദേവിയുടെ കാര്യം പറയുമ്പോൾ ഒന്നിച്ചു നിൽക്കും. അങ്ങനെ വരുമ്പോൾ ദേവിയുടെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ദേവിയുടെ നമ്മളെ വാർഷികം ഉള്ളപ്പോഴാണ് പലപ്പോഴും പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർപ്പാകും. അന്നൊക്കെ എല്ലാവരും വിളിച്ചിരുത്തി അന്ന് ഈ പ്രശ്നങ്ങളായി ഇതിനുവേണ്ടി ഉത്സവത്തിന് ഒരു കമ്മിറ്റി രൂപീകരിക്കും. കമ്മിറ്റിക്ക് വേണ്ടി എല്ലാവരും വന്നിരിക്കുമല്ലോ. അപ്പൊ പറയും, എന്നാലും നിങ്ങൾ അങ്ങനെ പറഞ്ഞ് ശരിയായില്ല, അത് ഇന്നാള് നീ എന്താ ഞാൻ വിളിച്ചിട്ട് എടുക്കാമെന്ന്, അത് ഇതുകൊണ്ടാണ്, അന്ന് മുതൽ എനിക്ക് എന്നോട് ദേഷ്യമാണ്, അതൊക്കെ പോട്ടെ. ഇങ്ങനെ വരുമ്പോൾ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്ത് പ്രശ്നം പരിഹരിച്ചിട്ടാണ് ഈ ഉത്സവം നടത്തുന്നത്. അപ്പൊ ഇതൊക്കെ ദേവത അതിൽ കൂടെ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. നമ്മളിത് അറിയത്തില്ല. അപ്പൊ അങ്ങനെ ധർമ്മദൈവം പരദേവത. കുലദേവത എന്ന് പറഞ്ഞാൽ ആ കുലത്തിന്റെ സംഭവം വരുമ്പോൾ ആ കുലദേവതയ്ക്ക് ഇമ്പോർട്ടൻസ് വരും. ആ കുലത്തിന്റെ സമ്മേളനം വരുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ചെയ്യണം. ഇപ്പൊ എക്സാമ്പിൾ ഇവിടെ ഉള്ള നായർ കുടുംബങ്ങളെല്ലാം കൂടെ, നായർ ഫാമിലിയുള്ള എല്ലാവരും കൂടെ ഒരു സമ്മേളനം നടത്തുമ്പോൾ സത്യം പറഞ്ഞാൽ അവിടെ വെക്കേണ്ട പടം ആരുടെയാണ്? മന്നത്ത് പത്മനാഭന്റെ ആണോ? മന്നത്ത് പത്മനാഭന്റെ വെച്ചോ, വെക്കണ്ടെന്ന് പറയുന്നില്ല, നമ്മൾ കളിയാക്കൊന്നും നിൽക്കുമല്ല. മെയിനായിട്ട് വെക്കേണ്ട ആരുടെ പടമാണ്? ഭദ്രകാളിയുടെ പടമാണ്. വെക്കുന്നുണ്ടോ? അതിന്റെ അനുഭവിക്കുന്നത് കളരി. പണ്ട് എല്ലാ നായർ തറവാട്ടിലും കളരിയുണ്ട്. യുദ്ധം ചെയ്യുന്നവരാണ് നായകന്മാർ. അപ്പൊ ഭദ്രകാളി യുദ്ധം ചെയ്യാൻ മാത്രമല്ല, സമ്പത്തിനും ഐശ്വര്യത്തിനും ഒക്കെ നല്ലതല്ലേ. അപ്പൊ ഇത്രയും നല്ലൊരു ദേവത ഉണ്ടായിട്ട് നമ്മൾ നോക്കിയെടുക്കുന്നുണ്ടോ കുലദേവതയായിട്ട്? എന്നാൽ ഇത് ഭംഗിയായിട്ട് ചെയ്യുന്ന വിഭാഗക്കാരുണ്ട്. ആരാ? ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും. അവരുടെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ അവർ ആ ജീസസിന് അല്ലെ അള്ളാഹുവിന്റെ സംവിധാനങ്ങൾ അവർ കൊണ്ടുവരണോണ്ടാണ് അവർ ഡെവലപ്പ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ?
അപ്പോ ശരിക്കും ഹിന്ദുക്കളുടെ മൊത്തം ദേവത ആരാ? ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ദേവത അതില് ഹിന്ദുക്കളുടെ മൊത്തം ഹിന്ദുക്കളുടെ മൊത്തം ദേവത ശിവനാണ്. കാരണം രുദ്രനോടുള്ള പ്രാർത്ഥനകളൊക്കെ വേദത്തിൽ കാണാം. നമസ്തേയസ്തു രുദ്രമൻ, മനസ്സിലാവുന്നുണ്ടോ? അല്ലേ? വേദത്തിൽ രുദ്രനോടും ഇന്ദ്രനോടും ഒക്കെയുള്ള പ്രാർത്ഥനകളല്ലേ? അപ്പൊ വേദത്തിൽ നിന്നാണല്ലേ സനാതനധർമ്മം മൊത്തം വന്നിരിക്കുന്നത്. തന്ത്രത്തിൽ ശിവനാണ് പ്രാധാന്യം. ശിവൻ ദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് തന്ത്രങ്ങളെല്ലാം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പിന്നെ അപ്പൊ എല്ലാം ശിവനിൽ നിന്നാണ് തുടങ്ങുന്നത്. പിന്നീടാണ് വൈഷ്ണവത്തിലേക്ക് മാറി ഒരു ഭാഗം. വേദം വൈഷ്ണവത്തിലേക്ക് അങ്ങ് മാറി. ബ്രാഹ്മണരുടെ സിസ്റ്റം അങ്ങനെ വന്നു. ബ്രാഹ്മണരുടെ കുലദൈവം വിഷ്ണുവാണ്. ശിവനും ഉണ്ട്, അവരുടെ ശിവനുണ്ട്, വിഷ്ണുവുണ്ട്. അപ്പൊ മൊത്തത്തിൽ സനാതന ശിവനാണ്. കാരണം എല്ലാവർക്കും എല്ലാം വന്ന് പോയിന്റിങ്, വിരൽ ചൂണ്ടുന്നതെല്ലാം ശിവനിലേക്ക്. ശ്രീവിദ്യ ശിവ ഉപാസനയാണ്, ദേവിയിലൂടെ ശിവനിലെത്തുവാണ്. യോഗ ശൈവമാണ്. ധ്യാനയോഗി ശിവന്റെ രൂപമല്ല കിട്ടിയത്. ആദിയോഗി ശിവനാണ്. അപ്പൊ യോഗയിൽ നിന്നല്ല എല്ലാം ഉണ്ടായത്. പിടിയിട്ടുണ്ടോ? ഹിന്ദുക്കളുടെ മൊത്തം ദൈവം ശിവനാണ്. പക്ഷെ ഇത് വൈഷ്ണവർ ചിലപ്പോൾ അംഗീകരിച്ചോന്നില്ല, അത് വേറെ വിഷയം. പക്ഷെ നമ്മുടെ ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ട് പറയാം, ഇങ്ങനെ ഉണ്ട്. പറഞ്ഞാൽ മനസ്സിലാവുന്നു. അവിടെ ഒരു മൊത്തത്തിലൊരു കണക്ഷൻ. അതാണ് ശങ്കരാചാര്യ സ്വാമികൾ ഇവിടുന്ന് കാശ്മീർ പോയി അവിടെ ശിവനെ പ്രതിഷ്ഠിച്ചു. കേദാർനാഥ് എല്ലായിടത്തും ശിവന് ഇത്ര ഇമ്പോർട്ടൻസ് വരുന്നില്ലേ? കൈലാസം ശിവന്റെ അല്ലേ? അതിനപ്പുറം വല്ലതും ഉണ്ട്? ലോകത്തിലെ ഏറ്റവും പുരാതനപ്പെട്ട ടൗൺ ഏതാ? സിറ്റി ഏതാ? ഏറ്റവും പഴയ സിറ്റി ഏതാ? കാശിയാണ്. അവിടെ ശിവനല്ലേ? ജ്യോതിർലിംഗങ്ങളല്ലേ? നമ്മുടെ കോൺഷ്യസ്നെസ് ആണ് ശിവൻ. അതുകൊണ്ടാണ് ശിവന് ഇത്ര ഇമ്പോർട്ടൻസ്. ബോധമാണ്, ശക്തിയിലൂടെ ശിവനിലെത്തുക എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മളുടെ പദ്ധതികൾ ഇങ്ങനെ കിടക്കുന്ന നമ്മുടെ പദ്ധതികളെ ഇങ്ങനെ തന്നെ ക്രോഡീകരിച്ച് കണക്ട് ചെയ്തെടുത്താൽ സനാതനധർമ്മം ഉദ്ധരിക്കപ്പെടും. സംശയമുണ്ടോ? ഇങ്ങനെ അങ്ങോട്ട് ഉദ്ധരിപ്പിക്കണം. അല്ലാതെ ഞാൻ എല്ലാം കൂടെ ഒന്നിച്ച് അവിയൽ പോലിട്ട് കലക്കിയെടുക്കുക എന്നുള്ളതല്ല. മനസ്സിലാവുന്നുണ്ടോ? ആ നാനാത്വത്തിൽ തന്നെ ഏകത്വത്തിൽ വർക്ക് ചെയ്യുന്ന ഇങ്ങനെയാണ്. അല്ലാതെ മനസ്സിലാവുന്നുണ്ടോ? ആ യൂണിറ്റി അവിടെ ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് മറക്കണ്ട. നമ്മുടെ പാരമ്പര്യത്തിൽ എല്ലാം കൊണ്ട് അത് എനിക്കറിയാൻ വയ്യാത്തൊക്കെ പാരമ്പര്യത്തിൽ എന്ന് പറയുന്ന സംവിധാനം ശരിയല്ല. ജീനിനകത്തുള്ളതാണ്, ശാരീരികമാണ് എല്ലാം. ഈ ലോകം മുഴുവൻ ശാരീരികമാണെന്ന് പറയുന്നത് അത്രയും മണ്ടത്തരം വേറെ ഉണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു യുക്തിവാദിയായിട്ട് സംസാരിച്ച് കക്ഷിക്കൊന്നും പറയാനില്ലാതായിട്ട് കക്ഷി പറഞ്ഞ എല്ലാം ഇതൊക്കെ ഈ ബ്രെയിൻ കെമിക്കൽ ചേഞ്ച് കൊണ്ടാണ് തലയിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ബ്രെയിൻ കെമിക്കൽ ചേഞ്ച് എങ്ങനെ ഉണ്ടാവും? അത് ശാരീരികമായിട്ടുള്ള ഈ കെമിക്കൽ ചേഞ്ച് ആണല്ലോ. അതെങ്ങനെ ഉണ്ടാവുന്നു? എനർജിയാണോ ആദ്യം മാറുന്നത്? ശാരീരികമായിട്ടുള്ള കെമിക്കൽസ് ആണെന്ന് പറഞ്ഞു. എനർജി എന്നുള്ളതല്ലല്ലോ, അതില്ലല്ലോ, ഇതല്ലേ ഉള്ളൂ. കെമിക്കൽസ് അല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, എനർജി ഇല്ലേ എന്ന് വെച്ചാൽ പുള്ളിക്ക് കക്ഷിക്ക് ഒന്നുകൂടെ ആലോചിച്ചിട്ട് പറഞ്ഞു, എനർജി ഉണ്ട്. കാരണം എഫക്റ്റ് വരുന്നുണ്ടല്ലോ. ഞാൻ നെഗറ്റീവ് ആകുമ്പോൾ നിങ്ങൾ കാരണം അടിച്ച് പൊളിച്ചു കഴിഞ്ഞാൽ അവിടെ മുറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എനർജി വരാതെ മുറിയുമോ? തെളിവുണ്ടല്ലോ. നിങ്ങളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചാൽ നിങ്ങൾക്ക് ഒരു സുഖം വരുന്ന അവിടെ പോസിറ്റീവ് എനർജി വന്നില്ലേ? അപ്പൊ എനർജി അവിടെ നിന്ന് വരുന്നുണ്ട്. അത്ര സമ്മതിച്ചു. ഒരു പാറ ദേഷ്യം വന്ന് കമ്പ്യൂട്ടർ തല്ലി പൊട്ടിച്ചു, അല്ലെ മൊബൈൽ തല്ലി പൊട്ടിച്ചു, എനർജി വന്നോണ്ടല്ലേ പൊട്ടിപ്പോയത്? അതില്ലെന്ന് പറയൂ? ഇല്ല, ഉണ്ട്. എന്നാൽ നല്ലൊരു സാധനം ഉണ്ടാക്കി, അവിടെ പോസിറ്റീവ് എനർജി വന്നോണ്ടല്ലേ ക്രിയേറ്റീവായിട്ട് എനർജി വർക്ക് ചെയ്ത്. അപ്പൊ അത് സമ്മതിച്ചു. ശരി. അപ്പൊ ആ എനർജി പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ പ്രവർത്തിക്കുന്നത് ബ്രെയിൻ കെമിക്കൽ ഉണ്ടാകുന്നതായി പുള്ളി.
നെഗറ്റീവ് കെമിക്കൽ വന്നിട്ടല്ലേ അവൻ തല്ലി പൊട്ടിച്ചത്. അപ്പൊ എനർജിയെ കൺട്രോൾ ചെയ്യുന്ന കെമിക്കൽസ് അല്ലേ. അപ്പൊ ഞാൻ ചോദിച്ചു, ജഡത്തിൽ നിന്ന് ചൈതന്യമാണോ ചൈതന്യത്തിൽ നിന്ന് ജഡമാണോ ഉണ്ടാകുന്നത്? എനർജിയിൽ നിന്ന് മാറ്റർ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു, അതോ ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് എനർജിയാണോ ഉണ്ടാകുന്നത്? എനർജി cannot be created or destroyed, it can transform one form to another. അപ്പൊ ആദ്യം ഉണ്ടാകുന്നത് ഏതാണ്? എനർജി അല്ലേ ഈ സഞ്ചരിക്കുന്നത്, എനർജി അല്ലേ ഒന്നാമതുണ്ടാകുന്നത്. ശരിയാണെന്ന് പറഞ്ഞു, അത്ര സമ്മതിക്കട്ടെ വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ചൈതന്യം എന്ന് പറയാം എനർജിയെ നമ്മുടെ പഴയ ഭാഷയിൽ. അപ്പൊ ചൈതന്യത്തിൽ നിന്ന് ജഡമാണല്ലോ, മരിച്ചതാണല്ലോ ഇതെല്ലാം, ജഡമാണോ ഉണ്ടാകുന്നത്, ജഡത്തിൽ നിന്ന് ചൈതന്യമാണോ ഉണ്ടാകുന്നത്? ഒന്നും പറയാനില്ല. ചൈതന്യത്തിലാണ് ജഡം ഉണ്ടാവുന്നത്, അല്ലാതെ ജഡത്തിൽ നിന്ന് ചൈതന്യം ഉണ്ടാവോ? നിങ്ങൾ ചത്ത് കിടക്കുന്ന ഒരാളിൽ നിന്ന് എനർജി ഉണ്ടാവുമോ? ഇല്ല. പിന്നെന്തോ ഈ പറയുന്നേ? എന്നാ എനർജി വന്നാൽ അവരുടെ ജീവൻ വരത്തില്ലേ? വരും. ഇലക്ട്രിസിറ്റി റോബോട്ടിലോട്ട് കൊടുത്താൽ അത് വർക്ക് ചെയ്ത് തുടങ്ങത്തില്ലേ? അപ്പൊ ആ എനർജി അല്ലേ അവിടെ കയറുന്നത്? അത് റോബോട്ടിൽ നിന്ന് എനർജി ഉണ്ടാവുമോ? അതുണ്ടാവില്ല. അതല്ലേ എത്ര ഉള്ളു പറഞ്ഞത്. അപ്പൊ അതാണ് ചൈതന്യത്തെ കുറിച്ച് പഠിക്കുന്നില്ല. ചൈതന്യത്തെ കുറിച്ച് പഠിക്കാത്ത സയൻസ്, റിസർച്ച്, ഇതിലൊന്നും നമുക്ക് പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ പറ്റാതെ തന്നെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് എല്ലാത്തിനും ഉപരിയായി പരദേവതയെ, കുടുംബദേവതയെ സ്മരിക്കണം. ഇനി അത് പറ്റത്തില്ലെങ്കിൽ വഴികളുണ്ട്, അതിങ്ങനെ പറയാൻ പറ്റത്തില്ല. സിസ്റ്റമാറ്റിക്കലായിട്ട് രീതിയിൽ നമ്മളത് നോക്കി